വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ ഗ്രന്ഥം പഴയ നിയമത്തിലെ 26-ാം പുസ്തകമാണ്. 8 അധ്യായങ്ങളുള്ള സോളമൻ്റെ ഗാനം എന്നുകൂടി അറിയപ്പെടുന്ന ഉത്തമ ഗീതം. ആലങ്കാരികമായി സോളമൻ്റെ ഗാനം ദൈവത്തിൻ്റെയും ഇസ്രായേലിൻ്റെയും ബന്ധം അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെയും സഭയുടെയും ബന്ധം പ്രതിനിധീകരിക്കുന്നതായി വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ആലങ്കാരിക വായനകൾ ഗ്രന്ഥത്തിന് കൂടുതൽ അർത്ഥതലങ്ങൾ നൽകുന്നു. വ്യക്തിപരമായ സ്നേഹത്തെ ദൈവിക സ്നേഹത്തോട് ബന്ധിപ്പിക്കുന്നു. ഈ ഘടകങ്ങൾ സോളമൻ്റെ ഗാനം കവിതയുടെയും സാഹിത്യകലയുടെയും ബഹുമുഖവും സങ്കീർണവുമായ കൃതിയാക്കുന്നു. ഈ പുസ്തകത്തിൽ പ്രേമബദ്ധരായ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള സംഭാഷണ രൂപത്തിൽ 6 ഗീതങ്ങൾ ഉൾക്കൊള്ളുന്നു. 1-ാം അധ്യായത്തിൽ സുന്ദരിയായ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള പ്രണയ സംഭാഷണം ആരംഭിക്കുന്നു. അവർ പരസ്പര സ്നേഹവും ആകർഷണവും പ്രകടിപ്പിക്കുന്നു. സുന്ദരതയും സുഗന്ധങ്ങളും ഉപയോഗിച്ച് പ്രണയം ചിത്രീകരിക്കുന്നു. 2-ാം അധ്യായത്തിൽ പ്രണയത്തിന്റെ ആനന്ദവും സന്തോഷവും കാണിക്കുന്നു. പ്രകൃതി ദൃശ്യങ്ങൾ പ്രണയത്തിന്റെ പശ്ചാത്തലമായി ഉപയോഗിക്കുന്നു. 3-ാം അധ്യായത്തിൽ സ്ത്രീ തന്റെ പ്രിയനെ തിരയുന്നു. രാത്രിയിൽ അവനെ അന്വേഷിച്ച് നഗരത്തിലൂടെ സഞ്ചരിക്കുന്നു. പിന്നീട് അവനെ കണ്ടെത്തുന്നു. വിവാഹത്തിന്റെ പ്രതീക്ഷയും ആഗ്രഹവും പ്രകടമാക്കുന്നു. 4-ാം അധ്യായത്തിൽ അവൻ തന്റെ പ്രിയയുടെ സുന്ദരതയെ വിശദമായി വിവരിക്കുന്നു. സ്നേഹത്തിന്റെ ആഴം പ്രകടമാക്കുന്നു. 5-ാം അധ്യായത്തിൽ സ്ത്രീ തന്റെ പ്രിയനെ വീണ്ടും തിരയുന്നു. അവൻ അകലെ പോയിരിക്കുന്നു. അവന്റെ സുന്ദരതയും മഹത്വവും ഓർത്ത് അവനെ തേടുന്നു. സ്നേഹത്തിന്റെ വേദനയും പ്രതീക്ഷയും കാണിക്കുന്നു. അധ്യായം 6-ൽ സ്ത്രീ തന്റെ പ്രിയനെ കണ്ടെത്തുന്നു. അവന്റെ സുന്ദരതയും മഹത്വവും വീണ്ടും വിവരിക്കുന്നു. അവരുടെ ബന്ധം കൂടുതൽ ആഴത്തിലെത്തുന്നു. 7-ാം അധ്യായത്തിൽ സുന്ദരതയുടെ കൂടുതൽ വിവരണം കാണാം. പ്രണയം കൂടുതൽ ആഴത്തിൽ ആത്മീയതയോടെ പ്രകടമാക്കുന്നു. പരസ്പര ആകർഷണം ശക്തമാക്കുന്നു. 8-ാം അധ്യായത്തിൽ സ്നേഹത്തിന്റെ ശക്തിയും സ്ഥിരതയും, സ്നേഹം മരണം പോലെ ശക്തമാണ് എന്ന വാക്യവും പ്രണയത്തിന്റെ മഹത്വം കാണിക്കുന്നു. പ്രണയം ദൈവികതയിലേക്ക് ഉയരുന്നു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.